പിണറായിയിലെ കൺവെൻഷൻ സെന്ററിൽ മുഖ്യമന്ത്രി ചൂരൽമലയിലെ അതിജീവിച്ച മനുഷ്യരുമായി സംവദിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാനത്തെ മണിക്കൂർ, പരസ്യ പ്രചാരണത്തിന്റെ അവസാനത്തെ മണിക്കൂർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് ചൂരൽമല നിവാസികളുമായി അവരുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്താനാണ് വിനിയോഗിച്ചിരിക്കുന്നത്. വയനാട് ടൗൺഷിപ്പ് LDFിൻ്റെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങളിലൊന്നാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ അതൊരു പ്രചാരണ വിഷയം കൂടിയാണ് സ്വാഭാവികമായി. മുഖ്യമന്ത്രിയോടൊപ്പം CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും M ചന്ദ്രൻ അടക്കമുള്ള നേതാക്കളുണ്ട്. വയനാട്ടിൽ നിന്ന് അവർ ചുരമിറങ്ങി അവരുടെ മുഖ്യമന്ത്രിയെ കാണാൻ ചൂരൽമലയിൽ അതിജീവിച്ച മനുഷ്യർ എത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഒല്ലൂരിലേക്ക് K രാജനെ കാണാൻ വേണ്ടിയും അവരെത്തിയിരുന്നു. ഇപ്പോൾ കണ്ണൂരിലേക്ക് അവർ വരികയാണ്. CK വിജയനുണ്ട് കണ്ണൂരിൽ നിന്ന്. CK, പ്രചാരണ സമാപനത്തിൻ്റെ മണിക്കൂറുകളിൽ വയനാട് ചൂരൽമല നിവാസികളോടൊപ്പം ചെലവഴിക്കാനാണ് മുഖ്യമന്ത്രി താല്പര്യപ്പെട്ടത്. LDFിൻ്റെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങളിലൊന്നായിരുന്നു വയനാട്ടിലെ ടൗൺഷിപ്പ്. അത് കോൺഗ്രസിനെ ആക്രമിക്കാനുള്ള വടി കൂടിയാക്കി ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ആരെല്ലാമാണ് വന്നിരിക്കുന്നത്? എന്താണ് പരിപാടി? 13 പേരാണ് ഇപ്പോൾ ഈ സംഘത്തിൽ ഉള്ളത്. അവർ പിണറായിയിലെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടിയായ കൺവെൻഷൻ സെൻറ്ററിൽ എത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. നേരത്തെ ഈ ദുരന്തത്തിൽ പെട്ടവരാണ് ഇവർ. അതുമാത്രവുമല്ല, അതുമായി ബന്ധപ്പെട്ടവർ വീടും പുനരധിവാസ പാക്കേജുകളെല്ലാം തന്നെ ലഭിച്ച വിഭാഗത്തിൽപ്പെട്ട 13 പേരാണുള്ളത്. അതിൽ സ്ത്രീകളുണ്ട്, അതോടൊപ്പം തന്നെ കുട്ടികളായ ആൾക്കാരുണ്ട്, മറ്റ് യുവാക്കളുണ്ട്, എല്ലാവരുമുണ്ട്. അങ്ങനെ അടങ്ങിയ ഒരു സംഘമാണ് വരുന്നത്. ഏതായാലും മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ്, നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയത് എന്ന കാര്യം വ്യക്തം. കാരണം അവർ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നു, ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമുക്ക് അവരുമായി സംസാരിക്കാൻ കഴിയും എന്നാണ് തോന്നുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ പ്രചരണത്തിൻ്റെ അവസാന സമയങ്ങളിൽ അദ്ദേഹം ഈ രീതിയിൽ ചൂരൽമല നിവാസികളുമായി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും പുനരധിവാസം 2 രീതിയിലാണ് CPM പ്രചരണായുധമായി ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന്, രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. കാരണം അവർ പുനരധിവാസം നടത്താം എന്ന് UDF പറഞ്ഞെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. അത് ഒരു വിമർശന ഘടകം. രണ്ടാമത്, ലോകത്തെ തന്നെ മാതൃകയായ രീതിയിൽ ഒരു പുനരധിവാസ പാക്കേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതും അത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവരെ താമസിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. അതിൻ്റെ ഒരു ക്രെഡിറ്റ് കൂടിയുണ്ട്. ഈ രീതിയിൽ മുണ്ടക്കൈ ചൂരൽമല എങ്ങനെയാണ് ഒരു പുനരധിവാസ പദ്ധതി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് തന്നെ വിഷയമാകുന്നത് എന്നും ഒരു തെരഞ്ഞെടുപ്പ് സർക്കാരിൻ്റെ നേട്ടമായി എങ്ങനെ ഉയർത്തി കാണിക്കാം എന്നതിൻ്റെ കൂടി ഉദാഹരണമാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു തെളിവ് എന്ന രീതിയിലാണ് ഇവർ മുഖ്യമന്ത്രിയെ കാണാൻ വരികയും നന്ദി അറിയിക്കാൻ വേണ്ടിയും ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തങ്കലിപികളിൽ എഴുതപ്പെട്ട ഒരു നേട്ടമാണ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം. ആ പുനരധിവാസത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അവർ സംതൃപ്തി അറിയിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. അവരുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷം, ചിരി, സംതൃപ്തി എല്ലാം തന്നെ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയും. പിണറായി വിജയൻ ഇപ്പോൾ ചൂരൽമല നിവാസികളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. പ്രചാരണം അതിൻ്റെ അവസാനത്തെ മണിക്കൂറുകളിലാണ്. അപ്പം 4 മണിയാവുന്നു. ഇനി 2 മണിക്കൂറുകൾ മാത്രമാണ്. 4 മണി മുതൽ 6 മണി വരെയാണ് അതിൻ്റെ അവസാനത്തെ മണിക്കൂറുകൾ. നമുക്ക് അവസാനത്തെ 2 മണിക്കൂറുകൾ എന്ന് പറയാം. ഈ സമയത്ത് മുഴുവൻ മുന്നണി പ്രവർത്തകരും, മുന്നണികളുടെ 3 മുന്നണികളുടെയും പ്രവർത്തകരും തെരുവുകളിലുണ്ടാവും. അവർ അത്യാവേശപൂർവ്വം പ്രചാരണത്തിന്റെ സമാപനത്തെ ആഘോഷിക്കും.